സമയത്ത് നമ്മുടെ കൈകളിൽ എത്താത്തത് കൊണ്ട് അത് ഡിസ്കസ് ചെയ്ത് പോകാൻ സാധിച്ചില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു ക്ലാസ് ആണ്. ഏകദേശം എല്ലാവരും 7 പേരെ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളവർ കയറുന്നു കരുതുന്നു. നമ്മൾ പറയാത്തൊരു ടൈമിലായതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഇതിനോടൊപ്പം അങ്ങ് കഴിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും തന്നെ ഇപ്പോ വർക്ക്ഷീറ്റ് കയ്യിലെത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ ഒരു സമയത്ത് ജസ്റ്റ് വർക്ക്ഷീറ്റ് ഒന്ന് സംസാരിച്ച് പോകാം എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ ഏറ്റവും സ്നേഹത്തോടു കൂടി ഇന്നിപ്പോഴേ കൂടിയിരിക്കുന്ന എല്ലാവരെയും നമ്മുടെ ഈ വർക്ക്ഷീറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഈ വർക്ക്ഷീറ്റുകൾ സംസാരിക്കാനായിട്ട് ഞാനല്ല അത് പറയുന്നത്, നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ മറ്റൊരു മെമ്പറായ സഫ്ന മാം ആണ് നിങ്ങൾക്ക് വർക്ക്ഷീറ്റുകൾ പറയാൻ വേണ്ടിയിട്ട് എത്തുന്നത്. സഫ്ന മാമും ഇതുപോലെ MSc സൈക്കോളജി, BSc BEd, പിന്നെ ഇതിൽ ഡിപ്ലോമ എടുത്തേക്കുന്നതാണ്. ഈ ഒരു മേഖലയിൽ വളരെ ആപ്റ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് സഫ്നാജി. ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കത് ഒക്കെ ആക്കി തരും എന്ന നല്ലൊരു പ്രതീക്ഷ എനിക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തന്നെ ആ വർക്ക്ഷീറ്റ് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ തന്നെ ഇരിക്കുന്നു. നിങ്ങളൊന്ന് ആ വർക്ക്ഷീറ്റിലൂടെ കടന്നു പോകണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും സഫ്ന മാം തരുന്നതാണ്. ഏറെ സ്നേഹത്തോടെ സഫ്ന മാമിനെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സഫ്ന മാം പോർട്രേറ്റിലായിരിക്കുന്നത്, അതൊന്ന് കറക്റ്റ് ചെയ്യണേ ഞങ്ങക്ക്. ഓക്കെ, റെഡിയായോ? റെഡി. ഓക്കെ, താങ്ക് യു ഷബാസ് മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബിമൽ സാറിന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. വേറെ ആരെങ്കിലും ക്യാമറ ഓൺ ബിമൽ സാറിന്റെ മുഖം മാത്രമേ കാണുന്ന, സാറ് മാത്രമാണ് വീഡിയോ ഓൺ ആക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കൂടി ചിരിച്ച മുഖവുമായിട്ട്. ഹായ്, അനു മാം വന്നു, അംബിക മാം വന്നു, രേണുക മാം വന്നു, മേരി കുഞ്ഞു മാം വന്നു. വാവ്, സൂപ്പർ. എനിക്ക് കസ്തൂർബാ ഗാന്ധിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഓടി വരാം. ഓക്കെ. എല്ലാവരുടെയും ചിരിച്ച നല്ല സൂപ്പർ മുഖം, അടിപൊളി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഫസ്റ്റ് തന്നെ നമ്മളെ എല്ലാവരെയും ഇത്രയും സന്തോഷത്തോടു കൂടി ഇവിടെ ഒരുമിച്ച് കൂട്ടിയ സർവേശ്വരന് നന്ദി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ടാണ് ഞാൻ ഈ സെഷൻ, അതായത് നമ്മുടെ ഈ ഗ്രൂപ്പിന് ക്ലാസ് എടുക്കുന്നത്. പക്ഷെ എന്നെ പരിചയമില്ല നിങ്ങൾക്ക്. എന്നെ കണ്ടിട്ടുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് പറയൂ. അൺമ്യൂട്ട് ചെയ്യാൻ അറിയില്ല? സാരില്ല, പോട്ടെ. കണ്ടിട്ടുണ്ട്. ഓ, താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വർക്ക്ഷീറ്റ് ആണ്. വർക്ക്ഷീറ്റില് ടെക്സ്റ്റ് അനുസരിച്ചിട്ട് തന്നെയാണ് വർക്ക്ഷീറ്റും പോകുന്നത്. ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? മൈൻഡ് ആൻഡ് മൈൻഡ് റീസെറ്റ്. മൈൻഡ് ആൻഡ് മൈൻഡ് റീസെറ്റ്. അതുപോലെ നമ്മൾ എന്നോടാണോ? ഓക്കെ, അതുപോലെ വർക്ക്ഷീറ്റിലെയും ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മൈൻഡ് ആൻഡ് മൈൻഡ് റീസെറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അണ്ടർസ്റ്റാൻഡിങ് ദ മൈൻഡ്. അണ്ടർസ്റ്റാൻഡിങ് ദ മൈൻഡ്. ഇൻ യുവർ ഓൺ വേർഡ്സ്, വാട്ട് ഈസ് ദ മൈൻഡ്? നിങ്ങളുടെ വാക്കുകളിൽ, അത് മലയാളത്തിലാകട്ടെ ഇംഗ്ലീഷിലാവട്ടെ, നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് കംഫർട്ടബിൾ ആയിട്ട് എഴുതാനുള്ളത് ആ ലാംഗ്വേജിൽ എന്താണ് മനസ്സെന്നുള്ളത് ഒന്ന് എഴുതുക. എഴുതുന്നതിന് മുമ്പായിട്ടൊന്ന് ചോദിച്ചോട്ടെ, എന്താ മനസ്സ്? പറയ്, കേക്കട്ടെ. മൈൻഡ് മെയിൻലി ലൈക്ക് അന്ന് പറഞ്ഞത് ബ്രെയിൻ ഹാർഡ്വെയർ ആണെങ്കിൽ മൈൻഡ് സോഫ്റ്റ്വെയർ ആണെന്നാണ്. അതിന്റെ പ്രോസസ് നടക്കുന്നത്. പ്രോസസ്സ് നടക്കുന്ന സ്ഥലം. അതെ, ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു കൂട്ടം ഫങ്ഷൻസിനെ നമ്മൾ ഒരുമിച്ച് പറയും എന്തെന്ന്? മൈൻഡ്, അല്ലെ? അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തിന് നമ്മൾ എന്താ പറയാ?
പോട്ടെ, ലൈക്ക് റിസ്പിറേഷൻ. പറയും. ആ ഹേർട്ട് അടിക്കൂലേ? നിങ്ങളുടെയൊക്കെ ഹേർട്ട് അടിക്കണില്ലേ? ടക് 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 എന്നൊരു സെക്കൻഡ് ഇവിടെ പിടിക്കുമ്പോ ഹാർട്ട് ബീറ്റ്. പറയും ഹാർട്ട് ബീറ്റ് എന്ന് പറയും. അപ്പൊ അതുപോലെ മൈൻഡ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്, അല്ല, ബ്രെയിൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്ത്? മൈൻഡ്. ഓക്കെ അല്ലേ? അപ്പൊ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഓർഗൻ അല്ല, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റൂല, നമുക്ക് കാണാൻ പറ്റൂല, പക്ഷെ അത് ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ എടുത്താല് അതിന്റെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ അതിന്റെ കാണാൻ പറ്റുന്ന പോർഷൻസ്. സോഫ്റ്റ്വെയറോ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? പറ്റില്ല. ആ, അതൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓൾറെഡി സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെയാണ് മൈൻഡും ബ്രെയിനും. ബ്രെയിനിനെ നമുക്ക് കാണാം, അതൊരു ഹാർഡ്വെയർ ആണ്. പക്ഷെ മൈൻഡിനെ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്കുള്ള എന്തൊക്കെയാണ്? തോട്ട്സ്, ഇമോഷൻസ്, ഫീലിങ്സ്, ഇതെല്ലാം ഉള്ളത് മൈൻഡിലാണ്. ക്ലിയർ ആണോ? ഓക്കെ, എന്നാ എഴുതിക്കോ. ഇപ്പൊ എഴുതുകയാണോ അതോ പിന്നീട് എഴുതാണോ ചെയ്യുന്നേ? എഴുതണം, പിന്നീട് എഴുതിയാലും മതി. ഓക്കെ, ടൈം കളയണ്ട. എന്താണ് എന്നുള്ളത് കറക്റ്റ് ആക്കി മനസ്സിലാക്കി അത് എഴുതി വെക്കുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഫങ്ഷൻസ് ഓഫ് യുവർ മൈൻഡ് ഡു യു ഫീൽ മോസ്റ്റ് കണക്റ്റഡ് ടു? മനസ്സുമായി നിങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് താഴെ കൊടുത്തിട്ടുണ്ട് തിങ്കിങ്, ഫീലിംഗ്, റിമെമ്പറിങ്, ഇമാജിനിങ്, ഡിസിഷൻ മേക്കിംഗ്. ഇതിൽ ഏതുമായിട്ടാണ് നിങ്ങളുടെ മൈൻഡ് കൂടുതൽ കണക്ട് ആയിട്ടിരിക്കുന്നത് എന്നാ നിങ്ങൾക്ക് തോന്നണത്? കൂടുതൽ നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണോ, അതോ ഫീൽ ചെയ്യാണോ, അതോ ഓർമ്മകളാണോ, അതോ നിങ്ങൾ എന്താ പറയാ ഇമാജിൻ ചെയ്യാണോ, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആണോ? ഇതിൽ ഏതാ കൂടുതൽ നിങ്ങളുടെ മൈൻഡുമായിട്ട് കണക്ട് ആയിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? More than one function can be there, right? യെസ്, യാ റൈറ്റ്. ഏതെങ്കിലും രണ്ടെണ്ണം മെൻഷൻ ചെയ്യാവോ? Like obviously thinking and feeling will be there. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ബിമൽ സാറും മേരികുഞ്ഞു മാമും പറയുന്നുണ്ടോ? അംബിക മാം, ആരെങ്കിലും? തിങ്കിങ്, ഫീലിംഗ്, ഇമാജിനിങ് എല്ലാം ഉണ്ട്. എല്ലാരും ഉണ്ട്. ഇവരെല്ലാവരും നമ്മുടെ ലൈഫിൽ ദിവസത്തില് മൈൻഡിൽ കൂടെ ഇങ്ങനെ പോണുണ്ടല്ലേ? ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ടിക്ക് ചെയ്യാം. ദെൻ മൈൻഡ് വേഴ്സസ് ബ്രെയിൻ, യുവർ റിഫ്ലക്ഷൻ. ഹൗ ഡു യു സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ മൈൻഡ് ആൻഡ് യുവർ ബ്രെയിൻ? മൈൻഡിനെ ബ്രെയിനെയും നിങ്ങളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതിപ്പോ നമ്മൾ പറഞ്ഞത് തന്നെ അല്ലെ? ബ്രെയിൻ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ ചെയ്യും, മൈൻഡിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇമോഷൻസ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ഒരു കാർ എടുത്താൽ ആ കാറിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ആരായിരിക്കും? ആരായിരിക്കും? ആ, യെസ്, റൈറ്റ്. അതിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ബ്രെയിനും അതിന്റെ ഡ്രൈവർ ആരായിരിക്കും? മൈൻഡ്. ആ, എഞ്ചിൻ ഓക്കെ ആണെങ്കിലും ഈ കാറിൽ ഇരിക്കുന്ന ഡ്രൈവർ ശരിയല്ലെങ്കിൽ എന്ത് പറ്റും? എന്ത് പറ്റും? നേരെ പോവോ? പോകുവോ? എവിടെയെങ്കിലും പോയി ഇടിക്കും. എവിടെയെങ്കിലും പോയി ഇടിക്കും. അത് തന്നെയാണ് നമ്മളുടെ കാര്യം. നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ നമ്മുടെ ലൈഫേ പോക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുക. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഫീൽസ് മോർ ഇൻ കൺട്രോൾ ഓഫ് യുവർ ഡെയിലി എക്സ്പീരിയൻസ്? നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബ്രെയിൻ ആണോ മൈൻഡ് ആണോ യൂസ് ചെയ്യുന്നത്? പറയ്, ഏതാ യൂസ് ചെയ്യുന്നത്? മൈൻഡ്. മൈൻഡ് അല്ലേ? നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്, കൂടുതൽ ഫീലിങ്സ് വരുന്നത്, നമ്മുടെ കോൺഫിഡൻസ്, എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതിനോടുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ്, ഇതെല്ലാം വരുന്നത് നമ്മുടെ മൈൻഡിൽ തന്നെയാണ്, റൈറ്റ്? അപ്പോ ലൈക്ക് പീപ്പിൾ ക്യാൻ ബി ഡിഫറെന്റ്. ലൈക്ക് ബ്രെയിൻ യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ടാവില്ലേ കൂടുതൽ? ഉണ്ടാവും. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ അല്ല, ഞാൻ ചോദിക്കുക ലൈക്ക് ഇവിടെ എല്ലാരും മൈൻഡ് എന്നാ പറഞ്ഞത്. അപ്പൊ ഒരുപക്ഷെ നമ്മളുടെ എല്ലാവരുടെയും മൈൻഡ് ആയിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓട്ടോ പൈലറ്റ് അവയർനെസ് ചെക്ക്. എന്താണ് ഓട്ടോ പൈലറ്റ്? ഞാൻ എന്തിനാ ക്വസ്റ്റ്യൻ ചോദിക്കണേന്ന് അറിയോ? ചുമ്മാ ക്ലാസ് കേട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഷബാസ് മാം ഇപ്പൊ 4 ക്ലാസ് അല്ലെ കഷ്ടപ്പെട്ട് എടുത്തു, നിങ്ങൾ കഷ്ടപ്പെട്ട് കേട്ടു, ശരിയാണോ?
Yes, ma'am. ശരിയാണോ? Yes, ആ ma'am. Yes, ma'am. അപ്പോ അതിൽ എവിടെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതെല്ലാം ഒന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കണേ. കുഴപ്പമില്ലല്ലോ? Fine. കുഴപ്പമില്ല. എന്നാ പറഞ്ഞോ, എന്താണ് ഓട്ടോ പൈലറ്റ്? ഓട്ടോ പൈലറ്റ് വിത്തൗട്ട് അവയർനെസ് നമ്മൾ ആക്ട് ചെയ്യണം. വിത്തൗട്ട് അവയർനെസ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്കലി, അതായത് ഓൾറെഡി നമുക്ക് ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങള്, നമുക്ക് ഉണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസസ്, നമുക്ക് ഉണ്ടായിരിക്കുന്ന എന്താ പറയാ കുറെ ബിലീവ്സ്, ഇതെല്ലാം വെച്ചിട്ട് ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചാടി പിടിച്ചങ്ങ് ചെയ്തേക്കും. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്, ഇപ്പോ ദിവസവും നമ്മൾ ഇരുന്നിട്ട് പല്ല് കേൾക്കുന്നുണ്ട്, ഈ ബ്രഷ് എടുക്കണോ അതോ വേണ്ടയോ, ഈ ബ്രഷ് ഇങ്ങനെ തേക്കണോ ഇങ്ങനെ തേക്കണോ എന്നൊക്കെ ചിന്തിക്കാറുണ്ടോ? ഇല്ല. നമ്മളൊരു കാര്യം ശീലിച്ചു പോന്നിട്ടുണ്ട് അല്ലെ, നമുക്കൊരു ഹാബിറ്റ് ഉണ്ട്, ഇത് ബ്രഷ് ചെയ്യണം, അതിങ്ങനെ ചെയ്യാം. ഇതൊക്കെ തന്നെയാണ് ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത്. ചിന്തിക്കാതെ യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്യാണ്. ഇപ്പൊ വണ്ടി ഓടിച്ച് പോവാണ്, ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്തിലാണെങ്കിൽ ഇവിടെ ക്ലച്ച് അല്ല സ്റ്റിയറിംഗ് ഇങ്ങോട്ട് തിരിക്കണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കോ? ഇല്ല. നമുക്കറിയാം ഇത് ഇങ്ങോട്ട് തിരിച്ചാലാണ് ഇത് പോകുന്നതെന്നുള്ളത്. ശരിയല്ലേ? അപ്പോ ഇതാണ് ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ ഓട്ടോ പൈലറ്റ് മോഡ്? അതറിയോ? അറിയോ? പറഞ്ഞു. അതായത് ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ബ്രെയിനിന് ഒരുപാട് പണികളുണ്ട്. ശരിയാണോ? ബ്രെയിനിന് ഒരുപാട് പണികളുണ്ട് ഒരു ദിവസത്തില്. അപ്പോ ഈ ബ്രെയിനിന്റെ ഒരു പോർഷൻ ഉണ്ട്, ബേസൽ ഗാംഗ്ലിയ എന്ന് പറയും. ബേസൽ ഗാംഗ്ലിയ. നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മളുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളെ ഈ ബേസൽ ഗാംഗ്ലിയയിൽ എന്ത് ചെയ്യുന്നവരോ അതൊരു ഹാബിറ്റ് ലൂപ്പായിട്ട് അവിടെ ഫോം ചെയ്യും. ഓക്കെ, അവിടെ ഒരു ഹാബിറ്റ് ലൂപ്പായിട്ട് ഫോം ചെയ്യും. അപ്പൊ കണ്ടിന്യൂസ്ലി ഇത് ചെയ്യുമ്പോൾ അവിടെ ഒരു ഷോർട്ട് കട്ട് വരെയാണ് ചെയ്യുന്നത് ബ്രെയിനിലെ ബേസൽ ഗാംഗ്ലിയയില്. എന്തിനു വേണ്ടിയിട്ട്? ബ്രെയിനിന് അവിടെ പണി കുറയും. ക്ലിയർ ആണോ? ബ്രെയിനിന് അവിടെ പണി കുറയും. എല്ലാ കാര്യത്തിലും അപ്പൊ ബ്രെയിൻ ഇടപെടണ്ട, അത്യാവശ്യമുള്ളിടത്ത് മാത്രം പുള്ളി ഇടപെട്ടാ മതി അല്ലെ. ബാക്കി സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങള്, ഇവനെ കൊണ്ട് ഇന്ന് പല്ലിയിപ്പിക്കണോ അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഇന്ന് കുളിപ്പിക്കണോ, ഇതൊന്നും പുള്ളി ചിന്തിക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് അവിടെ ഡ്യൂട്ടി കൊടുത്തേക്കാണ്. ഓക്കെ. പിന്നെ അതുപോലെ നമ്മളുടെ ബോഡി വെയിറ്റിന്റെ 2% മാത്രമാണ് ബ്രെയിനിന്റെ വെയിറ്റ് വന്നുള്ളൂ. ബോഡി വെയിറ്റിന്റെ 2% മാത്രമാണ് ബ്രെയിനിന്റെ വെയിറ്റ് വന്നുള്ളൂ. പക്ഷേ നമ്മൾ ഒരു ദിവസത്തിൽ ഉപയോഗിക്കുന്ന നമ്മളുടെ ടോട്ടൽ എനർജിയുടെ 20% ആരുപയോഗിക്കും? ആരായിരിക്കും? ബ്രെയിൻ. അതായത് നമ്മളുടെ ഒരു ദിവസത്തെ ഉപയോഗിക്കുന്ന ടോട്ടൽ എനർജിയിൽ 20% ബ്രെയിൻ ഉപയോഗിക്കും. അപ്പോ ഇത് എല്ലാ പണികളും കൂടി ബ്രെയിൻ ഇങ്ങനെ ചെയ്തു വരുമ്പോ ബ്രെയിനിന് പെട്ടെന്ന് എന്ത് വരും? പാവം തളർന്നു, ക്ഷീണിച്ചു. അപ്പൊ ആ തളർന്നു പോകുന്ന അല്ലെങ്കിൽ ആ ക്ഷീണിച്ചു പോകുന്ന ബ്രെയിനിന്റെ അവസ്ഥയാണ് മെന്റൽ ഫെറ്റീഗ് എന്ന് വിളിക്കുക. മെന്റൽ ഫെറ്റീഗ്. അപ്പോ ബ്രെയിനിന് ഒരു മെന്റൽ ഫെറ്റീഗ് വേണ്ട, കൂടുതൽ കാര്യങ്ങൾ എളുപ്പത്തിലായി അല്ലെ. ഒരു വീട്ടിലെ അച്ഛന് ഇത്ര കാര്യങ്ങള്, അമ്മയ്ക്ക് ഇത്ര കാര്യങ്ങള്, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്യുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പൊ ബ്രെയിനിന് എന്ത് സംഭവിക്കും? കുറച്ചുകൂടി കാര്യങ്ങള് എളുപ്പമായി. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓട്ടോ പൈലറ്റ് മോഡ് അവിടെ ആക്ടിവേറ്റ് ആകുന്നത്. ക്ലിയർ അല്ലേ എന്താണ് ഓട്ടോ പൈലറ്റ് എന്നുള്ളത്? ഓക്കെ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ബ്രെയിനിന്റെ ഏറ്റവും എന്താ പറയാ ബ്രെയിൻ ഏറ്റവും അത്യാവശ്യമുള്ള ഫുഡ് ഏതാണ്? ബ്രേക്ക്ഫാസ്റ്റ് ആണോ, ലഞ്ച് ആണോ, സപ്പർ ആണോ? ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടത്. അതെ, ബ്രേക്ക്ഫാസ്റ്റ്. വെരി ഗുഡ്. അതെന്താ കാരണം? കുറെ സ്ഥലത്ത് ബ്രേക്കിന് ശേഷം കഴിക്കുന്നുണ്ട്. ലൈക്ക് ഏർലി മോർണിംഗ് അല്ലേ ഇപ്പൊ നമ്മൾ മോർണിംഗ് ആണ്, കറക്റ്റ് ആണ്. അപ്പൊ അതായത് അതിനു മുമ്പ് നമ്മൾ ഫുഡ് കുറേ ടൈം ഒക്കെ മുമ്പ് കഴിച്ചതല്ലേ അല്ലേ? അപ്പൊ നമ്മുടെ ബ്രെയിനും കുറച്ച് എനർജി ഒക്കെ ഉണ്ടോ? 20% പുള്ളി ഉപയോഗിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് ബ്രെയിനിന്റെ ഏറ്റവും അത്യാവശ്യമായ ഫുഡ് എന്ന് പറഞ്ഞാല് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, മക്കളെ കൊണ്ട് സ്കിപ്പ് ചെയ്യാൻ അനുവദിക്കരുത്. ഓക്കെ. Then next, many people live in automatic. സാഹചര്യം എന്ത് തോന്നുന്നു എന്ന് ചിന്തിക്കാതെയാണ് അധികം ആളുകളും ഓട്ടോ പൈലറ്റ് മോഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡു യു ഫീൽ യു ആർ ഓഫൺ ഓൺ ഓട്ടോ പൈലറ്റ്? ഇതിൽ ഏതിലാണ്? യെസ്, സംടൈംസ്, റെയർലി, നോ, ഐ ആം യൂഷ്വലി അവെയർ. ഇതിൽ ഏതിലാ? Yes. Yes, യെസ്, sir. Sometimes, sometimes. സംടൈംസ്. Yes. ആ, ഓക്കെ. ബിമൽ സാറോ? സംടൈംസ്. സംടൈംസ്. ആ, അത് ഓരോരുത്തരും എന്താ പറയാ, നമ്മളുടെ ആ ഒരു ഇതനുസരിച്ച്. ഓക്കെ, വേറെ ആരുടെയും പേര് വിളിക്കാത്തത് എനിക്ക് കാണാൻ വയ്യാത്തോണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഡിസ്ക്രൈബ് വൺ മൊമെന്റ് ഫ്രം യുവർ റീസൺ ലൈഫ് വെൻ യു റിയാക്റ്റഡ് ഓട്ടോമാറ്റിക്കലി. ആ, നിങ്ങൾ ചിന്തിക്കാതെ എടുത്ത് ചാടി, അതായത് ഓട്ടോ പൈലറ്റിൽ അങ്ങ് ചെയ്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എഴുതുക. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് വരെ നോക്കൂ. ഇഫ് യു പോസ്റ്റ് ഇൻസ്റ്റഡ് ഹൗ മച്ച് യു ഹാവ് റെസ്പോണ്ടഡ്. നിങ്ങൾ ഇനി അങ്ങനെ ചെയ്തില്ലായിരുന്നു, ഒന്ന് പോസ്റ്റ് ചെയ്യ. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? Clear. Clear. ഓക്കെ, അങ്ങനെ വരുമ്പോ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എന്താ അത്? റിയാക്ഷനും റെസ്പോൺസും റിയാക്ട് ഓർക്കുന്നുണ്ടോ? Reaction, റെസ്പോണ്ട് എന്നെ ചെയ്യാൻ അവെയർ ആയിട്ട്. അല്ലെ, ആ. എന്നെ ആള് ചീത്ത പറഞ്ഞു, ഞാനും ചീത്ത പറഞ്ഞു. എന്നെ ആള് നോക്കി ചിരിച്ചു, ഞാനും ചിരിച്ചു. അല്ലെ, അതൊരു നല്ല കാര്യമാണെങ്കിൽ പോലും. അല്ലെ, റിയാക്ഷൻ. ഇനി ഒന്ന് റെസ്പോൺസോ? പോസ് ചെയ്തിട്ട് ആ ആ പുള്ളി എന്നോട് അങ്ങനെ ആവും. ഭ്രാന്തല്ല കേട്ടോ. അതായത് എന്തെങ്കിലും ഫാമിലി ഇഷ്യോ അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമോ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും അങ്ങനെ ചിന്തിക്കാലോ. അതാണ് റെസ്പോൺസും റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് മൈൻഡ് റീസെറ്റ്? യുവർ പേഴ്സണൽ ഡെഫിനിഷൻ. വാട്ട് ഈസ് മൈൻഡ് റീസെറ്റ്? എന്തിനിപ്പോ ഈ പരിപാടിയിൽ ചേർന്നേക്കണേ? ആദ്യം അത് ചോദിക്കട്ടെ. അനുമ മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. ഇമോഷണൽ റീഅലൈൻമെന്റ്, ഒന്ന് റീസെറ്റിംഗ് ഇല്ലേ? റീഅലൈൻമെന്റ് അല്ലെ, ആ ഒരു റീഅലൈൻമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് സമയമില്ലാത്ത സമയത്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കണേ അല്ലെ. അപ്പൊ അത് തന്നെയാണ് മൈൻഡ് റീസെറ്റ്. നമ്മളുടെ ലൈഫിൽ നമ്മളുടെ മനസ്സിലുള്ള കുറേ ചിന്തകൾ, വേണ്ടാത്ത കുറേ ചിന്തകളുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് കഴിയില്ല, എന്താണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഒന്ന് പറയാവോ നിങ്ങളെയൊക്കെ മൈൻഡിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ആർക്കും ഒരു പ്രശ്നമില്ല? മൊത്തം പ്രശ്നം. മൊത്തം പ്രശ്ന. ആ പ്രശ്നങ്ങൾ രണ്ടു തന്നെ പറയൂ, പറട്ടെ. അങ്ങനെയല്ല, ഞാൻ കംപ്ലീറ്റ്ലി ഇമോഷണലി തിങ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. മൈൻഡാണ് കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നമൊക്കെയുണ്ട്. ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പോ നമ്മളുടെ ഉള്ളിലുള്ള എന്താ പറയാ, നമ്മുടെ തെറ്റായ ചിന്തകള്, നമ്മുടെ തെറ്റായ ധാരണകള്, നമ്മളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ്, ആങ്സൈറ്റി, ഫിയർ, ഇതിനെയെല്ലാം മാറ്റിമറിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് മൈൻഡ് റീസെറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ അതെന്താന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡെഫിനിഷനിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏത് ഭാഷയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതിലങ്ങ് എഴുതി വെച്ചേക്കുക. Then, which part of the description resonated with you most? താഴെ പറയുന്നവയിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ സ്വാധീനിച്ചത് എന്നുള്ളത് പറയാം ഈ മൈൻഡ് റീസെറ്റിലൂടെ. മൈൻഡ് റീസെറ്റ് ചെയ്യാണ് നമ്മള്. അപ്പോ ഇതിൽ ഏതാണ്? ബിക്കമിങ് അവെയർ ഓഫ് അൺഹെൽത്തി പാറ്റേൺസ്. എന്താ അത്? മൈൻഡ് റീസെറ്റ് കഴിയുമ്പോ അല്ലേ നമുക്കുണ്ടാകുന്ന മാറ്റമല്ലേ? Lord. Aware of ക്രിയേറ്റിംഗ് മെന്റൽ ക്ലാരിറ്റി. നമ്മളുടെ ഉള്ളിലുള്ള അൺഹെൽത്തി പാറ്റേൺസിനെ നമ്മൾ അവെയർ ചെയ്യുക അല്ലെ. റിലീസിങ് ഇമോഷണൽ ഓവർലോഡ്. എന്ത് ചെയ്യാം? ഇമോഷണലി നമ്മളുടെ ഉള്ള കുറെ അമിത ഭാരങ്ങളെ എന്ത് ചെയ്യുക? ഇറക്കി വിടുക അല്ലെ, ഇറക്കി വിടുക. പിന്നെയോ കാമിങ് ദ നെർവസ് സിസ്റ്റം. ശരീരത്തെയും മനസ്സിനെയും നമ്മൾ റിലാക്സ് ചെയ്യുക. റീപ്ലേസിങ് റിയാക്ഷൻസ് വിത്ത് റെസ്പോൺസസ്. ഓക്കെ. ക്രിയേറ്റിംഗ് മെന്റൽ ക്ലാരിറ്റി. എന്താ?
ക്രിയേറ്റിംഗ് മെന്റൽ ക്ലാരിറ്റി. കുറച്ചുകൂടി വിഷൻ വെച്ചിട്ട് ചെയ്യുക കാര്യങ്ങൾ. ഇതിങ്ങനെ വ്യക്തതയുടെ കാര്യങ്ങൾ ചിന്തിക്കാൻ പഠിക്കുക, അല്ലെ? ഒരു വെയ്ഗ് ഐഡിയ വെച്ചിട്ടല്ല, വ്യക്തതയോടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കാൻ പഠിക്കുക. ദെൻ ഓൾ ഓഫ് ദ എബവ്, അതിലേതാന്ന് വെച്ചാല് ടിക്ക് ചെയ്യുക. ഓക്കെ. ദെൻ വൈ ഡിഡ് ഇറ്റ് ഔട്ട്, എന്തുകൊണ്ടാണ് മൈൻഡ് റീസെറ്റ് നിങ്ങളെ ആകർഷിച്ചത്? അതിന്റെ കാരണങ്ങൾ ഇപ്പൊ മുകളിലുണ്ടല്ലോ, അതിലേതാന്ന് വെച്ചാല് അത് എഴുതുക. ദെൻ യുവർ മൈൻഡ് ഓവർലോഡ് ചെക്ക് ലിസ്റ്റ്. എന്താണ് മൈൻഡ് ഓവർലോഡ്? പറ മേരി കുഞ്ഞു മാം. പറട്ടെ, നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാ പറ്റൂല, പറയും. സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് ഉണ്ട്. പറട്ടെ. അതെല്ലാം നമുക്ക് നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ അങ്ങ് ഇറക്കി വിടണം, ബാധ ഒഴിപ്പിക്കണം. ഞാൻ പറഞ്ഞു. മനസ്സിന്റെ ഉള്ളിലുണ്ടല്ലോ കുറെ അമിത ഭാരങ്ങൾ അങ്ങോട്ട് കയറ്റി വയ്ക്കും. എന്നിട്ട് എന്തു പറയും? എനിക്ക് സ്ട്രെസ്സാണ്, സ്ട്രെയിനാണ്, ഡിപ്രഷനാണ്, അല്ലെ? പല പല പേരിട്ട് നമ്മളങ്ങ് വിളിക്കും. ഇതാണ് മൈൻഡ് ഓവർലോഡ്. കുറെ ചിന്തകൾ, വേണ്ടാത്ത ചിന്തകളെല്ലാം കൂട്ടി കൂട്ടി ഇവിടെ ഇങ്ങനെ വെക്കും. എന്നിട്ട് എന്താവും? മൈൻഡ് ഓവർലോഡ് ആകും. എന്നാ നമ്മൾ ഇത് തിരിച്ചറിയോ? അതുമില്ല. വേണ്ടാത്ത കുറെ കാര്യങ്ങൾ കയറ്റി വയ്ക്കും. പക്ഷെ എന്നാ ഇതെനിക്ക് ഓവർലോഡ് ആണല്ലോ, എന്നെ കുറെ ഇറക്കി വിടണമെന്ന് തൊട്ട് ചിന്തിക്കണമില്ല, മനസ്സിലാവണമില്ല. കറക്റ്റ് അല്ലേ? ഇപ്പൊ നമ്മുടെ ഫോണിൽ കുറെ ആപ്പ് കയറ്റി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫോൺ ഒന്ന് ഹാങ് ആവാൻ തുടങ്ങും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഫോൺ ഹാങ് ആവേണ്ടി ഇതിന്ന് കുറെ അൺഇൻസ്റ്റാള് ചെയ്ത് കളയണം, അല്ലെ? അപ്പൊ അതിലും വിലപ്പെട്ട സാധനമല്ലേ നമ്മളുടെ മൈൻഡ്. അതിനിങ്ങനെ വെച്ച് കൊണ്ടു കിടന്ന് സങ്കടപ്പെട്ട് നടക്കും. ഇമോഷണലി നമ്മൾ വീക്ക് ആവൂലേ? ആവോ? യെസ്, ആകും. അപ്പോ മനസ്സിന്റെ അമിത ഭാരം, അത് തന്നെയാണ് മെന്റൽ ഓവർലോഡ്, മൈൻഡ് ഓവർലോഡ്. നെക്സ്റ്റ്, ഓവർ ടൈം ദ മൈൻഡ് കളക്ട്സ് ലെയേഴ്സ് ഓഫ് മെന്റൽ ക്ലറ്റർ. മനസ്സിൽ ഇങ്ങനെ ഈ ചിന്തകൾ കൂടി കൂടി കൂടി, വേണ്ടാത്ത ചിന്തകൾ കൂടി കൂടി എന്താവും? അവിടെ ഒരു നമുക്ക് കുറെ ഉത്കണ്ഠകളൊക്കെ വരാൻ തുടങ്ങും. ശരിയല്ലേ? ഇതിൽ എന്താണ് നല്ലത്, എന്താണ് മോശം എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരു മുറിയിൽ കുറെ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കാണ്. അതിൽ നിന്നൊരു സാധനം എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ? യെസ്, അത് തന്നെ, അത്രേ ഉള്ളൂ, ഒന്നുമില്ല പറയാൻ. ഇനി വിച്ച് ഓഫ് ദീസ് ഡു യു എക്സ്പീരിയൻസ് മോസ്റ്റ് ഓഫൺ? ഇനി ഈ മൈൻഡ് ഓവർലോഡ് കൊണ്ട് നിങ്ങൾ എന്തെല്ലാമാണ് ഫേസ് ചെയ്യുന്നത്? ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്താണ്? സ്ട്രെസ്, ഓവർ തിങ്കിങ്, നെഗറ്റീവ് സെൽഫ് ടോക്ക്, ഫിയർ, അൺറിസോൾവ്ഡ് ഇമോഷൻസ്. എന്താണ് അൺറിസോൾവ്ഡ് ബാക്കിയെല്ലാം അറിയാലോ. സ്ട്രെസ്, ഓവർ തിങ്കിങ്, നെഗറ്റീവ് സെൽഫ് ടോക്ക്, അതൊക്കെ അറിയാലോ. എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ പോയി അത് ശരിയാവില്ല, അല്ലെ? ഇതൊക്കെ തന്നെയാണ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഫിയർ, പേടി. നെക്സ്റ്റ്, അൺറിസോൾവ്ഡ് ഇമോഷൻസ്. എന്താണത്? നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അതെ അതെ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടായി, ഇതൊന്നും നമ്മൾ എന്താ പരിഹരിക്കപ്പെടാതെ ഇങ്ങനെ കൊണ്ട് നടക്കാണ്. അതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? അൺറിസോൾവ്ഡ് ഇമോഷൻസ്. അതുകൊണ്ടുണ്ടാകുന്ന ദേഷ്യവും സങ്കടവും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, അല്ലേ? അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, ഇവിടെ വെച്ചേക്കാ. എന്തിനാ എനിക്ക് വെറുതെ അടക്കാൻ പറ്റില്ല, കുറച്ച് ഓവർലോഡൊക്കെ എനിക്ക് വേണം, അതിനുവേണ്ടി അവിടെ വെച്ചേക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ്, ലിമിറ്റിംഗ് ബിലീഫ്സ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ഭാഗ്യമില്ലാത്തവൻ, കഴിവില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ, അതായത് ഒരു എന്താ പറയാ, ഒരു നല്ല ഒരു കാര്യം നേടുന്നതിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുന്ന നമ്മളുടെ ചിന്തകൾ, അത് തന്നെയാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്. ദെൻ മെന്റൽ ഫെറ്റിക്, നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ? നമ്മുടെ ആർക്കോ ക്ഷീണം എന്നാരും പറഞ്ഞില്ലേ? അതൊക്കെ തന്നെയാണ് മെന്റൽ ഫെറ്റിക്. ദെൻ ഇറിറ്റബിലിറ്റി, അതെന്താ? എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവണ്ടെന്നൊക്കെ പറയില്ലേ? എന്താ അത്? കേൾക്കണില്ല? പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, അല്ലെ? പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, അസ്വസ്ഥത. നിങ്ങൾ ആരും ആവാറില്ല, ഞാൻ മാത്രമേ ഇങ്ങനെ ആവാറുള്ളൂ. പല ടൈമിലും
എന്ന് കാണിക്കാറില്ലേ? അതൊക്കെ തന്നെ. ദെൻ ട്രബിൾ ഫോക്കസിങ് എന്താണ്? ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഒരു കാര്യം ചെയ്യാതുകൊണ്ടിരിക്കുമ്പോ എന്തായിരിക്കും? അതിലൊന്നും ആവില്ല ശ്രദ്ധ. ഇതിന്റെ എല്ലാം കാരണം മൈൻഡ് ഓവർലോഡാണ്. അപ്പൊ ഇതിൽ ഏതാണ് കൂടുതലായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എഴുതുക. ഓക്കെ. പിന്നെ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ്, അതും ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന സന്തോഷം, സങ്കടം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ലേ, അത്രയേ ഉള്ളൂ. പിന്നെ യുവർ ട്രിഗേഴ്സ് ആൻഡ് പാറ്റേൺസ്. 6th ക്വസ്റ്റ്യൻ ആണ് യുവർ ട്രിഗേഴ്സ് ആൻഡ് പാറ്റേൺസ്. എന്താണ്? മാം, ഞാനൊന്ന് അതിന്റെ ഇടയിൽ ഒരു കാര്യം സംസാരിച്ചോട്ടെ. പറഞ്ഞോ. റിമൈനിങ് മീറ്റിംഗ് ടൈം എന്ന് പറഞ്ഞ് 9 മിനിറ്റ് കാണിക്കുന്നത് എന്താ അനിൽ സാറേ? നമുക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി ജോയിൻ ചെയ്യണം, അത്രേ ഉള്ളൂ. കണ്ടിന്യൂ അത് ഞാൻ റെഡി ആയിക്കോളാം. അതെന്ത് പറ്റി? അത് നമ്മുടെ സ്കൂൾ വേറെയാണ്. ഓക്കെ, കുഴപ്പമില്ല. ക്ലാസ് കണ്ടിന്യൂ. ഓക്കെ, യുവർ ട്രിഗേഴ്സ് ആൻഡ് പാറ്റേൺസ്. എന്താ ട്രിഗർ ചെയ്യുക? ഞാൻ ചീത്ത പറഞ്ഞ നിങ്ങൾക്ക് വല്ലതും തോന്നുവോ? എന്താ തോന്നണേ? സന്തോഷം തോന്നോ? പിന്നെന്താ തോന്നാ? എന്ത് വികാരമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക? ഒരു വികാരമില്ലാത്ത വിഷമം ജീവിതം. തോന്നും, വിഷമം തോന്നും. ആ, അല്ലേ? അതായത് പുറത്തു നിന്നുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പൊ തോക്കിൽ നിന്ന് ട്രിഗർ വലിച്ചാൽ എന്ത് സംഭവിക്കും? അല്ലെ? ട്രിഗർ വലിക്കുമ്പോ ആരോ പുറത്തേക്ക് പോകില്ലേ? അതുപോലെ പുറത്തു നിന്നുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അതാണ് ട്രിഗേഴ്സ്. ദെൻ പാറ്റേൺസ്. എന്താണ് പാറ്റേൺസ്? സെയിം ട്രിഗർ, ആ ട്രിഗർ വരുമ്പോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇമോഷൻസ് പാറ്റേൺ. അതായത് സാഹചര്യത്തില്, സെയിം സിറ്റുവേഷനില് നമ്മൾ ഒരേ കാര്യം തന്നെ, അതായത് അതേ പാറ്റേൺ തന്നെ കണ്ടിന്യൂസ് ചെയ്താല് അതൊരു പാറ്റേൺ ആണ്, അല്ലെ? സെയിം രീതിയിൽ നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ അതിനെ പാറ്റേൺ എന്ന് വിളിക്കാം. വാട്ട് സിറ്റുവേഷൻസ് യൂഷ്വലി ആക്ടിവേറ്റ് യുവർ സ്ട്രെസ് ഓർ ഇമോഷണൽ റിയാക്ഷൻസ്? എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് നിങ്ങൾക്ക് സ്ട്രെസ്സും ഇമോഷണൽ റിയാക്ഷൻസും ഉണ്ടാവാറുണ്ടോ? സ്ട്രെസ് ഏതൊക്കെ സാഹചര്യത്തിലാ? വിമൽ സാറേ, ഒരു പീരീഡിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും സബ് വന്നാലും നമുക്കൊരു സ്ട്രെസ് ഉണ്ടാവും, അല്ലെ? എന്റെ ഫ്രീ പീരീഡ് പോയി എന്നുള്ളൊരു സ്ട്രെസ് ഉണ്ടാവും, ശരിയല്ലേ? അവിടെ ഫ്രീ പീരീഡ് കൂടുതലാ, ഭാഗ്യവാൻ. ഓക്കെ. ഇനി അപ്പോ നോക്ക്, നമുക്കൊരു എന്താ പറയാ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ, നമുക്ക് ഡ്യൂട്ടി ഓവർ ടൈം വരുമ്പോ, അല്ലെങ്കിൽ പഠിക്കാൻ കൂടുതൽ ടൈം ഇതാവുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, അല്ലെ? ഹസ്ബൻഡും വൈഫും ഒക്കെ തമ്മിലൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് സ്ട്രെസ് അടിക്കും, അല്ലെ? ഈ ബന്ധം തന്നെ വേണ്ടാന്ന് വെച്ച് പോവാൻ തോന്നിട്ടില്ലേ? തോന്നിട്ടില്ല? നിങ്ങളൊക്കെ വലിയതാണല്ലോ, അല്ലേ? ഉണ്ട്. ഞാനൊക്കെ എത്ര വട്ടം വിചാരിച്ചേക്കണെന്നറിയോ? പിന്നെ സ്റ്റേബിൾ ആയി, ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ റെഡി. ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്തു തന്നെ, എന്നെ റിയലൈസ് ചെയ്തിട്ടോ, അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ അതുപോലെ ഒരു ട്രാഫിക് ബ്ലോക്ക് കണ്ടാല് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവാറില്ലേ? ഇതൊക്കെ തന്നെയാണ് ഈ ട്രിഗറും പാറ്റേൺസും. അതായത് ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? സെയിം രീതിയിലാണ് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ, അത് പാറ്റേൺസ്. Then what physical signals does your body give you when your mind is overwhelmed? നിങ്ങളുടെ മൈൻഡ് ഓവർവെൽഡ് ആകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ സിഗ്നൽസ്? ടൈറ്റ് ചെസ്റ്റ്. എന്താ അത്? ഭയങ്കര ക്ഷീണം ഉണ്ടാവും, നമ്മളുടെ നെഞ്ചിലൊരു, അല്ലെ, ഭാരം കെട്ടിക്കുന്ന പോലെ ഉണ്ടാവും. നമ്മുടെ നെഞ്ചിലൊരു പിടുത്തം വരും. ബിസി മൈൻഡ്, ചിന്തകൾ ഇങ്ങനെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കും, അല്ലെ? ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, സ്ട്രെസ് അടിക്കുമ്പോ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ നിൽക്കാതെ വന്നുകൊണ്ടിരിക്കും. ദെൻ ടെൻഷൻ ഇൻ ഷോൾഡേഴ്സ്. ചിലർക്ക് ടെൻഷൻ തോളിലൊക്കെ ഫീൽ ചെയ്യുന്നവരുണ്ട്, ഇവിടേക്ക് ഇരുന്നങ്ങ് വലിഞ്ഞു മുറുകും പോലെ വരുന്നവരുണ്ട്. ദെൻ ഫാസ്റ്റർ ഹാർട്ട് ബീറ്റ്, എല്ലാവർക്കും ഉള്ള കാര്യം.
അല്ലെ? നെഞ്ചിടിപ്പ് കൂടും. ദെൻ ടയേർഡ്നെസ്, പെട്ടെന്ന് നമുക്ക് തളർച്ച അനുഭവപ്പെടും. സ്റ്റൊമക് നോട്ട്സ്, വയറിന്റെ ഉള്ളിൽ ചെറിയൊരു പിരിമുറുക്കം, ചെറിയൊരു അസ്വസ്ഥതയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ദെൻ റെസ്റ്റ്ലെസ്നെസ്, ചിലർക്ക് ഉണ്ടാവും ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതൊക്കെ നമുക്ക് സ്ട്രെസ് വരുമ്പോ പലർക്കും പല രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്കത് ഏത് രീതിയിലാന്ന് വെച്ചാല് ടിക്ക് ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് അവയർനെസ് പ്രാക്ടീസ്. എന്താ? അവെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചിന്തനെ കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും മുൻവിധികളില്ലാതെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് അവയർനെസ് എന്ന് പറയാം. ഓക്കെ. അതായത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ശരീരത്തിലെ പ്രതികരണങ്ങളെയും എങ്ങനെ നോക്കി കാണണം? ജഡ്ജ്മെന്റ് ഇല്ലാതെ അല്ലേ? വിത്തൗട്ട് ജഡ്ജ്മെന്റ്, ഒരു മുൻവിധികളില്ലാതെ നമ്മൾ നോക്കിക്കാണണം. അതിനെയാണ് അവയർനെസ് പ്രാക്ടീസ് എന്ന് പറയാം, അവയർനെസ് എന്ന് പറയാം. ഇനി പോസ് ഫോർ 15 സെക്കൻഡ്സ്. ഒരു 15 സെക്കൻഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അനങ്ങാതെ നിൽക്കുക. നോട്ടീസ് വൺ തോട്ട് ഓർ ഇമോഷൻസ് യു ആർ ഹാവിങ് റൈറ്റ് നൗ. ആ ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കുക. ഒരു 15 സെക്കൻഡ്. ഓക്കെ, 15 സെക്കൻഡ് ഒന്ന് അനങ്ങാതിരിക്കുക. ദെൻ എന്ത് ചെയ്യണം? നോട്ടീസ് വൺ തോട്ട്, അതെ, നോട്ടീസ് വൺ തോട്ട് ഓർ ഇമോഷൻ യു ആർ ഹാവിങ് റൈറ്റ് നൗ. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്? ചിലപ്പോ സങ്കടമാവും, ചിലപ്പോ സന്തോഷമാവും, ചിലപ്പോ ദേഷ്യമാവാം, അല്ലെ? ഇതിൽ ഏത് വേണമെങ്കിലും ആകാം. അപ്പൊ 15 സെക്കൻഡ്സ് നിങ്ങളൊന്ന് പോസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? വാട്ട് ഡിഡ് യു ഒബ്സർവ്? താഴെ ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്ക്. വാട്ട് ഡിഡ് യു ഒബ്സർവ്? അപ്പോ നിങ്ങൾ എന്താണ് ഫീൽ ചെയ്ത്, എന്താണ് നിങ്ങളുടെ ഇമോഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്, അത് ജസ്റ്റ് എഴുതി വെക്കുക. ചിലപ്പോ എനിക്ക് പേടി തോന്നുന്നു, ചിലപ്പോ എനിക്ക് സന്തോഷമായിരിക്കും, അല്ലെ? നമുക്ക് സങ്കടം മാത്രമാണോ നമ്മുടെ മനസ്സിലുള്ളത്? അല്ല, സന്തോഷങ്ങളും ഉണ്ട്. എനിക്ക് പേടി, സന്തോഷം, ഉത്കണ്ഠ, ഇതിൽ എന്താണോ തോന്നുന്നത് അത് എഴുതി വെക്കുക. ദെൻ വേർ ഡിഡ് യു ഫീൽ ഇറ്റ് ഇൻ യുവർ ബോഡി? നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താ? ചിലപ്പോ നമുക്ക് ചെസ്റ്റിലാവാം, ചിലപ്പോ ഷോൾഡറിലാകാം, ചിലപ്പോ വയറിലാകാം. അപ്പൊ നിങ്ങളുടെ ബോഡി പാർട്സിൽ അത് എവിടെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അത് എഴുതുക. ദെൻ വാസ് ഇറ്റ് എ റിയാക്ഷൻ ഓർ എ കോൺഷ്യസ് റെസ്പോൺസ്? അതൊരു റിയാക്ഷൻ ആയിരുന്നോ റെസ്പോൺസ് ആണോ എന്നുള്ളത് എഴുതുക. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ മൈൻഡ് റീസെറ്റ്. നമുക്ക് മൈൻഡിനെ റീസെറ്റ് ചെയ്യണമല്ലോ, അതാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മൈൻഡ് റീസെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 കാര്യങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ ആണ് അവയർനെസ്. ഓക്കെ, ഫസ്റ്റ് വൺ അവയർനെസ്. What thought pattern or emotion habit do you want to understand better? ഏത് ചിന്താരീതിയാണോ വൈകാരിക ശീലത്തെയാണോ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ? ക്ലിയർ ആണോ? അതായത് വാട്ട് തോട്ട് പാറ്റേൺ, നിങ്ങളിലെ എന്ത് തരത്തിലുള്ള തോട്ട് പാറ്റേണിനെയാണോ ഇമോഷണൽ ഹാബിറ്റിനെയാണോ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതവിടെ എഴുതുക. ചെറിയ കാര്യങ്ങൾക്ക് എനിക്ക് അമിതമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം, അല്ല അതെന്റെ ഒരു പോരായികയാണ്. ഓക്കെ, അതെന്റെ ഒരു പോരായികയാണ്, അത് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളിൽ ഓരോരുത്തരിലുമുള്ള പ്രശ്നം എന്താന്നുള്ളത് കണ്ടെത്തി അവിടെ എഴുതുക. ദെൻ റെഗുലേഷൻ. ഇനി ആ തിരിച്ചറിഞ്ഞ വികാരത്തെ അവിടെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അവിടെ വെച്ചോണ്ടിരിക്കാനാണോ നമ്മൾ പഠിക്കണേ? അല്ല, ആ തിരിച്ചറിഞ്ഞ വികാരത്തെ എങ്ങനെ മാറ്റണം അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് പകരമായിട്ട്, ആ നെഗറ്റീവിന് പകരമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? പോസിറ്റീവ് കൊടുക്കണം. ക്ലിയർ ആണോ? അതിന് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ഉപയോഗിക്കാം, അല്ലാതെ സാധാ എക്സസൈസുകൾ ഉപയോഗിക്കാം. ഒരു സെക്കൻഡ് ഒരു എക്സസൈസ് കൊടുത്തോ? നമുക്ക് അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഒരു എക്സസൈസ് കൊടുത്തോ? ഓക്കെ, ഇത് തന്നെ എഴുതിക്കോ. വാട്ട് തോട്ട് പാറ്റേൺസ് ഓർ ഇമോഷൻ ഹാബിറ്റ് ഡു യു വാണ്ട്